തിരുവനന്തപുരം ജില്ലയിൽ പാതിവില തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ. സീഡ് സൊസൈറ്റി അംഗങ്ങളാണ് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ, ചെയർമാൻ ആനന്ദകുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. വർക്കല സബ് ഡിവിഷനിൽ മാത്രം 6 പരാതികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ സായി ഗ്രാമത്തിൽ നടന്ന പരിപാടിയിലാണ് തിരുവനന്തപുരം വർക്കല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റി അംഗങ്ങൾ അനന്തു കൃഷ്ണനെയും ആനന്ദകുമാറിനെയും പരിചയപ്പെടുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച പാതിവിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ലഭിക്കുമെന്ന് അറിയുന്നതും ഇവരിൽ നിന്നാണ്. സൊസൈറ്റിയിലെ അംഗങ്ങളെ വിവിധ വാഗ്ദാനങ്ങൾ നൽകി വിശ്വാസം നേടിയ ശേഷം അനന്തു കൃഷ്ണനും ആനന്ദകുമാറും ഉൾപ്പെടെ 14 പേർ തട്ടിപ്പിനിരയാക്കിയെന്നതാണ് പരാതി. വർക്കല സൊസൈറ്റിയുടെ കീഴിൽ മാത്രം 93 പേരിൽ നിന്നായി സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ഗൃഹോപകരണങ്ങൾ, കിസാൻ കാർഡ്, ലാപ്ടോപ്പ്, വാട്ടർ ടാങ്ക്, മൊബൈൽ ഫോൺ എന്നിവയ്ക്കായി പ്രതികൾ 91,50,489 രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനുശേഷം ഇത്രയും ആൾക്കാരെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരെയൊക്കെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ 1 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് ഇവിടെ അവർ നിക്ഷേപിച്ചിരിക്കുകയാണ് പല കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഏകദേശം 90 ലക്ഷത്തിന് മുകളിലുള്ള സാധനങ്ങളുണ്ട്. അപ്പം ആ സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവരെല്ലാം നേരിട്ട് അവർക്കാണ് പൈസ അയച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരൊന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എടുത്തു കൊടുക്കാനോ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. തട്ടിപ്പിനിരയായ ആളുകളുടെ പണം തിരിച്ചു നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വരും ദിവസങ്ങളിൽ പാതിവില തട്ടിപ്പിന്റെ കൂടുതൽ പരാതികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉയർന്നു വരുമെന്നും സീഡ് സൊസൈറ്റി അംഗങ്ങൾ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.